നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ വിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബഹുമാന്യരെ, കഴിഞ്ഞ ദിവസം കർക്കിടകവാവ്, ബലിതർപ്പണം, മരിച്ചുപോയ പിതാമഹന്മാരൊക്കെ ഓർക്കുന്ന ചടങ്ങ് ഹിന്ദു സമുദായം ആഘോഷിച്ചു. അത് കൊണ്ടാടി വളരെ നല്ലൊരു കാര്യം. കാരണം വെച്ചാൽ മരിച്ചുപോയ ആൾക്കാരെ കൊല്ലത്തിലൊരിക്കലെങ്കിലും 10-20-30 വർഷം കഴിഞ്ഞിട്ട് ഓർക്കാത്തവരുണ്ട് പോട്ടെ, സാധാരണ അതിൽ കൊല്ലത്തിലൊരിക്കലും ഓർക്കുകയും അവർക്ക് വേണ്ടി ബലിതർപ്പണം നടത്തുകയും കാക്ക പോലെയുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നതൊക്കെ നല്ല ഇതാണ്. ഇത് അങ്ങനെ ചെയ്ത എൻ്റെ ഹിന്ദു സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അകമഴിഞ്ഞ അനുമോദനവും ആശംസകളും ആത്മാർത്ഥമായ നന്ദിയും രേഖപ്പെടുത്തുന്നു. മറ്റൊരു ഞങ്ങളുടെ പാർട്ടിയാണ് ജനതാദൾ നാഷണലിസ്റ്റ്. ആ ജനതാദൾ നാഷണലിസ്റ്റ് എൻ്റെ പാർട്ടിയുടെ ലക്ഷ്യം ഞങ്ങൾ പറഞ്ഞല്ലോ, മറ്റ് ഇന്ത്യയിലെ എല്ലാ പാർട്ടികളെയും നയിക്കുന്നത് 10% വരുന്ന സവർണ സമ്പന്ന വരേണ്യ വൈദേശിക വർഗമാണ്. പക്ഷെ ഞങ്ങളുടെ പാർട്ടി നയിക്കുന്നത് 90% വരുന്ന പിന്നോക്ക ദളിത് ന്യൂനപക്ഷമാണ്. അതൊരു നമ്പർ 1. മറ്റൊരു വ്യത്യാസം, മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും അധികാരമാണ് ലക്ഷ്യമെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് അധികാരമല്ല, ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് അധികാരം. ഈ രണ്ട് കാര്യത്തെക്കുറിച്ച് ഒന്ന് ചെറിയൊരു വിവരം തരാം. ലേറ്റസ്റ്റ് ന്യൂസ്, നമ്മുടെ AICCയുടെ പ്രസിഡന്റ് സിമൻ ഗാർഗെ ഉദ്ഘാടനം ചെയ്ത് വന്ന ഒരു പരിപാടിയിൽ അദ്ദേഹം കാറിൽ കയറിയപ്പോഴേക്കും പൂജ നടത്തി അതിനെ ശുദ്ധീകരിച്ചു. കാരണം ഗാർഗെ ദളിതനാണല്ലോ. ഇവിടെ സവർണ വിഭാഗം, സമ്പന്ന വിഭാഗം, വിദേശ വിഭാഗം, വൈദേശിക വിഭാഗം, വരേണ്യ വർഗം, ഈ വിഭാഗത്തിൽ ചെറിയൊരു ശതമാനമാണ് ഇതെല്ലാം കൈകാര്യം ചെയ്തത്. ബാക്കി 10% തന്നെ മുന്നോക്ക സമുദായത്തിൽ 90% ഒരു കുഴപ്പമില്ല, വെറും 10% മാത്രമാണ് ഈ വർഗീയ തീവ്രവാദികൾക്കുള്ളൂ. അത് ശുദ്ധീകരിച്ചു. ഇതാദ്യമല്ല ഇന്ത്യയിൽ. അംബേദ്കറുടെ പ്രതിമ യുപിയിൽ ജഗജീവൻ റാം, ഇന്ത്യയുടെ രാജ്യരക്ഷാ മന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ജഗജീവൻ റാം ഉദ്ഘാടനം ചെയ്തിട്ട് അദ്ദേഹം കയറി നേരെ വിമാനം ഇറങ്ങില്ല, കയറി വിമാനത്താവളത്തേക്ക് കയറിയ സമയത്ത് ഗംഗാജലം കൊണ്ട് ശുദ്ധീകരിച്ചു. ആർക്കാണ് ഈ ഗാർഗെ, ആരാണ് പിന്നീട് ജഗജീവൻ റാം? ഇവരെല്ലാം കോടീശ്വരന്മാരാണ്, 100 കോടി സമ്പന്നന്മാരാണ്. ടാക്സ് മാത്രമല്ല, ടാക്സ് മേൽ ടാക്സ് എന്ന സൂപ്പർ ടാക്സ് കൊടുക്കുന്ന ജഗജീവൻ റാം. ആ ജഗജീവൻ റാം ഉദ്ഘാടനം ചെയ്ത പ്രതിമ അനാച്ഛാദനം ചെയ്തിട്ട് തിരിച്ച് കയറിക്കപ്പോഴും ഗംഗാജലം കൊണ്ട് ശുദ്ധീകരിച്ചെങ്കിൽ അവിടെ എന്താണ്? പണത്തിന് കുറവാണോ? പവർ, അധികാരത്തിന് കുറവാണോ? അല്ല, പണമുണ്ട്, അധികാരമുണ്ട്, പക്ഷെ ഒന്നില്ല, അംഗീകാരം. ദളിതനായതുകൊണ്ട് അംഗീകരിക്കുന്നില്ല. അതാണ് ഞങ്ങളുടെ പാർട്ടി പറഞ്ഞ വ്യത്യാസം. ഞങ്ങളുടെ പാർട്ടിക്ക് അധികാരമല്ല ലക്ഷ്യം, ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗങ്ങളിൽ ഒന്ന് മാത്രമാണ് അധികാരം. എപ്പടി വല്ല മനസ്സിലാകുന്നുണ്ടോ? എങ്ങനെയെങ്കിലും പഞ്ചായത്ത് മെമ്പറായി വെച്ച് ഇഷ്കി പൈസ ഉണ്ടാക്കണം, എങ്കിലും MLA ആയി ഇഷ്കി പൈസ ഉണ്ടാക്കണം, എങ്കിലും മന്ത്രി കഴിയുമെങ്കിൽ മന്ത്രി വേണം, കഴിയുമെങ്കിൽ മുഖ്യമന്ത്രി വേണം, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി വേണം, തീർന്നു. ആ സമ്പാദ്യം മനസ്സിലെ നാട് നന്നാക്കുന്ന സ്ഥലമാണ്. പക്ഷെ അവരുടെ ലക്ഷ്യമല്ല, ഈ മുസ്ലിം ലീഗ് ഉൾപ്പെടെ അവരുടെ ലക്ഷ്യമല്ല, അധികാരമാണ്. ഇപ്പോൾ അധികാരം 10 വർഷത്തിന് ശേഷം നഷ്ടപ്പെട്ട അധികാരം നിലനിർത്താൻ വേണ്ടി ഇപ്പോൾ ലീഗ് കാണിക്കുന്നത് PMC പദ്ധതിയെ എതിർത്തുകൊണ്ടും പിണറായി സഖാവിനെയും LDF ഗവൺമെൻറ്റൊക്കെ തെറി പറഞ്ഞുകൊണ്ടും അധികാരത്തിൽ കയറിയ മുസ്ലിം ലീഗിൻ്റെ മന്ത്രി ഒരു ഉപസമിതി ഏൽപ്പിച്ചു. സതീശൻ 4 മന്ത്രിമാർ, അതിൽ മുസ്ലിം ലീഗിൻ്റെ മന്ത്രി ഉൾപ്പെടെ, അതിൽ 3 മന്ത്രിമാരും PMC പദ്ധതി നടപ്പാൻ അനുകൂലം നിന്ന്. ലിജോ എന്ന് പറഞ്ഞൊരു കോൺഗ്രസ് മന്ത്രി മാത്രമാണ് അതിലെഴുതി നിന്നുള്ളൂ. മനസ്സിലായില്ലേ? അപ്പോൾ അവരെല്ലാം ലീഗിൻ്റെ പോലും താല്പര്യം അധികാരമാണ്. അധികാരം കിട്ടി അവരുടെ ലക്ഷ്യം തീർന്നു, വേറെ ഒരു ലക്ഷ്യം അവർക്കില്ല. ഞങ്ങൾ അങ്ങനെയല്ല. മനസ്സിലായില്ലേ? അത് ഗാർഗെ ആരാണ്? എത്ര കോടീശ്വരനാണ്, വിദ്യാസമ്പന്നന്, അധികാരമില്ലേ? AICCയുടെ പ്രസിഡന്റ് മാത്രമല്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്, കേന്ദ്രമന്ത്രിയായിട്ടോ എനിക്ക് സംശയമുണ്ട്, അത് മന്ത്രിയൊക്കെ ആയിരുന്ന ആളാണ്. അങ്ങനെ അധികാരവും പണവും ഉള്ള ധനാഢ്യനായ കോടീശ്വരനായ ഗാർഗെ ഉദ്ഘാടനം ചെയ്തിട്ട് അതും ഗംഗാജലം കൊണ്ട് ശുദ്ധീകരിച്ചു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് മൊയ്തീൻ ഷാ നയിക്കുന്ന ജനതാദൾ നാഷണലിസ്റ്റ് പറയുന്നതിൻ്റെ പോളിസി, ഐഡിയോളജി, ആദർശങ്ങൾ. മറ്റൊന്നു കൂടിയുണ്ട്.
അത് അംബേദ്കറിസമാണ്, ഇത് ഷായിസമാണ്. വാട്ട് ഈസ് മീൻ ബൈ ഷായിസം? നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. ഷായിസം പറയുന്നത് ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം വേണമെന്നാണ്. ഒരിക്കലും സംവരണത്തെക്കുറിച്ച് വേണ്ടില്ല. കാരണം സംവരണത്തെക്കുറിച്ച് വേണ്ടിക്കയാൽ കോടി ചേർന്ന് തള്ളിപ്പോവും. ഇവിടെ ദളിതുകൾക്ക് മാത്രം സംവരണം ഭരണഘടന അനുകൂലൂ, ബാക്കി പിന്നോക്ക മുസ്ലിങ്ങൾക്കും പിന്നോക്ക ഈ ഹിന്ദുക്കൾക്കൊന്നും സംവരണമില്ല. കോടതി പോയി തള്ളിപ്പോവും. പക്ഷേ കീഴ്വഴക്കാശ് മുന്നോട്ട് പോകുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾ പറയുന്ന സംവരണമല്ല, ജനസംഖ്യയ്ക്ക് ആനുപാതികമായ പ്രാതിനിധ്യം. അതിന് ഇംഗ്ലീഷിൽ ആഡിക്വേറ്റ് റെപ്രസെൻറ്റേഷൻ. അത് ഒരു കോടിയും തള്ളാൻ പറ്റില്ല, ഏത് കോടി അംഗീകരിക്കും. അതിനാണ് ഞങ്ങൾ പറയുന്നത് ഷായിസം എന്നത്. ഷായി എന്ന് പറയുമ്പോൾ ഒരു പ്രസ്ഥാനമാണ്, ഒരു വ്യക്തിയല്ല. അത് ഇൻ്റർനാഷണൽ നെയിമാണ്, കോസ്മോപൊളിറ്റൻ നെയിമാണ്. എല്ലാ ജാതിയിലും ബണ്ണ ഷാ ഉണ്ട്, നേപ്പാൾ രാജകുമാരി ശാരദാ ഷാ ഉണ്ട്, പിന്നെ ഇവിടെ മൊയ്തീൻ ഷാ ഉണ്ട്, അല്ലെങ്കിൽ അപ്പുറത്ത് മറ്റേ എത്ര പന്ത്രണ്ട് ഷാമാരുണ്ട്. അത് ഇൻ്റർനാഷണൽ നെയിമാണ്, കോസ്മോപൊളിറ്റൻ നെയിമാണ്. ആർക്കും ഏത് ജാതിക്കും ഉപയോഗിക്കാത്ത പേരാണ് ഷാ എന്നുള്ളത്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തുകൊണ്ടാണ് മൊയ്തീൻ ഷായുടെ ഗ്രൂപ്പ് ഇവിടെയുള്ള ഈ ഇടത് വലത് BJP മുന്നണി ചേരാതെ ഒരു പരിധിവരെ സ്വതന്ത്രമായി നിന്നുകൊണ്ട് മുന്നണിയെ പിന്തുണക്കുന്നത്? ഈ ആശയം നടപ്പാക്കാൻ വേണ്ടി. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ ഹൈക്കോടതിയിൽ റിട്ടയർഡ് ചെയ്ത ജഡ്ജി അദ്ദേഹത്തെ പിന്നെ അത് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, അത് റിട്ടയർ RSSൻ്റെ പിന്നെ ഒരു ചെയർമാനാക്കി അതിൻ്റെ കാര്യം പറഞ്ഞു. ഇന്നിപ്പോൾ അതല്ല. അങ്ങനെ ഹൈക്കോടതിയിലേക്ക് വന്ന ഒരു ജഡ്ജി ചാക്ക് രാധാകൃഷ്ണൻ്റെയും അതുപോലെ ചില കുഴൽപ്പണ ബിസിനസ്സുകാരുടെയൊക്കെ ആതിഥ്യം സ്വീകരിച്ചതും അതിന് ലൂലുവിൻ്റെ കല്യാണ മണ്ഡപത്തിൽ പങ്കെടുത്തും അതിനുശേഷം പാലക്കാട് പോയി സ്വകാര്യ സന്ദർശനം നടത്തിയതൊക്കെ പലരും ഇത് വന്നു. അപ്പോൾ ചിലവർക്ക് ചില സ്ഥാനമാനങ്ങളുണ്ട്. അത് വളരെ സുതാര്യമായിരിക്കണം, വളരെ ജെന്യുവിറ്റി ഉണ്ടായിരിക്കും. ആ ഒരു പരാതി വന്നിട്ട് അത് പറഞ്ഞത് ക്രൈം നന്ദകുമാറാണ്. അത് ഇത് ഇല്ല, അങ്ങനെ ഞാനൊരു രേഖാവൊന്നും പറയുന്നില്ല. എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ ഗ്രൂപ്പിന് പറയാനുള്ളത്, ഹൈക്കോടതിയിൽ ജഡ്ജിയായിരുന്ന മുഷ്താഖ് അഹമ്മദ്, കൊടുങ്ങല്ലൂർ ചാവക്കാടുള്ള ഒരാൾ, അത് ഇവിടെ ഇപ്പോൾ പ്രൊമോഷൻ കിട്ടി വേറെ ഏതോ സ്റ്റേറ്റിലേക്ക് പോയിരിക്കുക. ഞങ്ങളൊരു പരിപാടിക്ക് അധ്യക്ഷത ഇപ്പോൾ അല്ല 3-4 വർഷം മുൻപ് അത് വരാമെന്ന് ഏറ്റവും എല്ലാം ചെയ്തു. അത് കഴിഞ്ഞ് നോട്ടീസ് പ്രിപ്പറേഷൻ ചോദിച്ചപ്പോൾ ഇബ്രാഹിം കുഞ്ഞുണ്ടോ എന്ന് ചോദിച്ചു. ഇബ്രാഹിം കുഞ്ഞുണ്ട്. അപ്പോൾ ഇബ്രാഹിം കുഞ്ഞുള്ള ഒരു യോഗത്തിൽ ഞങ്ങൾ വരില്ലായതുകൊണ്ട് അവർ PA കൊണ്ട് PA ലില്ലി എന്ന് മറ്റൊരു പെൺകുട്ടിയാണ്, ആ കുട്ടി പറഞ്ഞു, സാറേ ആ പരിപാടിക്ക് ഞങ്ങൾ അങ്ങ് വരുന്നില്ല, ഒഴിവാക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ മാന്യത സൂക്ഷ്മത സൂക്ഷിച്ചു. കാരണം ഇബ്രാഹിം കുഞ്ഞ് തെറ്റെന്നറിയോ, പാലത്തിൽ എന്തോ ഒരു അപാകത ഉണ്ടായതാണ്. അത് വലിയ രാജ്യദ്രോഹ കുറ്റമൊന്നുമില്ല, അത് തെറ്റുമാണ്. അത് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി, അല്ലാതെ ഇബ്രാഹിം കുഞ്ഞിനെ ഇലക്ഷൻ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് ഇടതുപക്ഷം ഈ രാജ്യമൊക്കെ ചേർത്തുള്ള ഗൂഢാലോചനയത്. അതിന് കൃത്യമായി ഉത്തരം കൊടുക്കാനോ അല്ലെങ്കിൽ പബ്ലിക്കിനെ ബോധ്യപ്പെടുത്താനോ ലീഗ് മന്ത്രി കൂടി സാധിച്ചില്ല. ഒരു ലീഗ് അത് വായിക്കുന്നില്ല. ഈ സുഖലോലുപതയിൽ നിന്ന് അധികാരത്തിൽ കയറി ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് നിൽക്കാന്നല്ലേ, ചെറുത്ത് നിന്ന് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്ത് ഒരു കാര്യം മുസ്ലിം ലീഗ് നേടിയിട്ടില്ല. ആ വീതം പങ്കിടുമ്പോൾ ആ ആനുകൂല്യം പറ്റി സുഖമായിട്ട് ജീവിക്കണം. അവരൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെ അല്ലെങ്കിൽ മറ്റേ പഴയ കോൺഗ്രസ്സുകാരെ പോലെ ഒന്നും കഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. ഇവിടെ സുഖലോലുപതയിലാണ്. ആ മുസ്ലിം സമുദായത്തിൻ്റെ കോട്ട അവർ കാണിച്ചു, ആ കോട്ട കാണിച്ചു, അവർ ആസ്വദിക്കുന്നു, ജീവിക്കുന്നു, ബിരിയാണി കഴിക്കുന്നു, ചിക്കൻ ബിരിയാണി കഴിച്ച് ആസ്വദിക്കുന്നു, കുറേ സമ്പത്തുണ്ടാക്കുന്നു. മറ്റു പല പാർട്ടികളും ഇങ്ങനെ എത്രയൊന്നും അഴിമതികൾ ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തെ മാന്യ കാണിച്ച ഇബ്രാഹിം കുഞ്ഞ് എന്ന് പറഞ്ഞാൽ അത്രപോലെ തെറ്റിയതാളുള്ള പുള്ളി കുറ്റവാളിയായിട്ട് കോടതി പറഞ്ഞിട്ടുമില്ല, ഒരു സംശയം മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും ആ മുഷ്താഖ് അഹമ്മദ് എന്ന് പറഞ്ഞ ജഡ്ജി അദ്ദേഹം പറയുന്ന സ്റ്റേജിൽ ഞാൻ ഉണ്ടാവില്ലതിനെ അറിയിച്ച് ഞങ്ങൾ അദ്ദേഹത്തെ ഒഴിവാക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ് വന്ന ഒരു ജഡ്ജി സ്വകാര്യ സന്ദർശനം കല്യാണത്ത് പോയി സ്വകാര്യ വീട്, അവരൊക്കെല്ലാം ചാക്ക് രാധാകൃഷ്ണനൊക്കെ അറിയാമല്ലോ, അട്ടിപ്പിട്ടി കേസ് പരാതിയാണ്. അങ്ങനെ അതൊക്കെ ചെയ്തത് വിനീതമായിട്ട് നമ്മുടെ ബന്ധപ്പെട്ട ജഡ്ജിമാരോടും ഉദ്യോഗസ്ഥന്മാരോടും സീനിയർ ലീഡേഴ്സും ഒക്കെ പറയണം. നാം തെറ്റ് ചെയ്യുന്നില്ലെന്ന് മാത്രമല്ല, ചെയ്യുന്നില്ലെന്ന് പബ്ലിക്കിന് ബോധ്യപ്പെടുത്തി കൂടി ചെയ്യണം. മനസ്സിലായില്ലേ?
ഞാൻ പറയല്ലോ, നാം എന്ത് നേടി എന്നല്ല, നാം എന്ത് കൊടുത്തു എന്നാണ്. നോട്ട് ഓൺ അവർ മെറിറ്റ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ് എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്യുന്നില്ലെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ചെയ്യുന്നില്ലെന്ന് പൊതുജനത്തെ അറിയിക്കുകയാണ്. അതിൻ്റെ ഉദാഹരണം വെച്ചാൽ, നമ്മൾ കള്ള് ഷാപ്പിൽ കയറിയിട്ട് ഒരു മുസ്ലിയാർ കള്ള് ഷാപ്പിൽ കയറി ഇറങ്ങിയവരാണ്. എന്താ പോയത്? ഞാൻ കള്ള് കുടിക്കാൻ പോയില്ല എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? അയാൾ പോയത് അയാളുടെ പരിചയക്കാർ ആരെങ്കിലും അവിടെ കൊണ്ട് അറിയാൻ പറ്റിയ ചിലപ്പോൾ ജനങ്ങൾ വിശ്വസിക്കില്ല. അതിൻ്റെ ഫിലോസഫി ഇതാണ്, തത്വജ്ഞാനം. നാം തെറ്റ് ചെയ്യുന്നതിൽ നിന്ന് മാത്രമല്ല, അങ്ങനെയാണ് ചെയ്യുന്നില്ലെന്ന് മറ്റുള്ള ബോധ്യപ്പെടുത്തുകയും ചെയ്യണം. അതെങ്ങനെ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക. മനസ്സിലായില്ലേ കാര്യങ്ങൾ? പിന്നെ ഇപ്പം ഞാൻ എൻ്റെ ഈ ചാനൽ ഷാവിഷ് ചാനൽ, ഞാൻ എൻ്റെ മൊയ്തീൻ ഷാ, ഹാജി മൊയ്തീൻ ഷാ എന്നാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അധികം പേരും ഇത് കാണുന്നത് മുസ്ലിം സമുദായത്തിലാണ്, മറ്റുള്ളത് കാണുന്നുണ്ടില്ലെന്നില്ല. അതുപോലെ വേറൊരു സംഘപരിവാർ ചാനൽ എടുത്താണെങ്കിൽ അതിലൊരു സംഘരൂലിയാണ് കാണുന്നത്. അപ്പോൾ എന്താ പറ്ററിയോ? അവർ പറയുന്ന എല്ലാ തെറ്റുകളും അവർ ആൾക്കാർ, എൻ്റെ ഭാവികൾ അത് വിശ്വസിച്ചു, പബ്ലിക് അറിയുന്നില്ല. അപ്പം ഞാൻ പറയുന്ന കാര്യം തെറ്റുണ്ടെങ്കിൽ അതും എൻ്റെ ആൾക്കാർ വിശ്വസിച്ചു. അതുകൊണ്ട് സത്യം തിരുത്താൻ പറ്റത്തില്ല, അറിയുന്നില്ലല്ലോ. എൻ്റെ ആൾക്കാർ വായിക്കുന്നത് ഞാൻ പറയുന്നത് ഏതൊരു ഈ സമുദായത്തിന് അനുകൂലമായിട്ടായിരിക്കും, മറ്റൊരു സംഘപരിവാർ അനുകൂലമായിട്ടായിരിക്കും. അങ്ങനെ വരുന്നൊരു തെറ്റ് തിരുത്താൻ പറ്റില്ല, അതിങ്ങനെ വളർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ചാനലിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം വളരെ കാര്യമായിട്ട് കാര്യം പറഞ്ഞു. തീവ്രവാദികൾ 2014 ശേഷം എടുക്കുക, അവർ ഓടിച്ചത് 14 ശേഷം ഏതാണ്ട് കുറേയധികം തീവ്രവാദ ആക്രമണം നടത്തി കുറച്ചധികം മരിച്ചിട്ടുണ്ട്. അതിൽ 90% ഹിന്ദു സമുദായമാണ് എന്ന് പറഞ്ഞു. എനിക്ക് ദുഃഖമുണ്ടതിൽ. ഒരു ഹിന്ദു അല്ല, ആര് മരിക്കും നമുക്ക് സന്തോഷമല്ല. ഒരു ഉറുമ്പ് പോലും പിന്നെ അതിനെ കൊല്ലുന്നത് നമുക്ക് സന്തോഷമല്ല. മാത്രമല്ല, ഗാന്ധി പറഞ്ഞില്ലേ, റോസാ ചെടിയിൽ നിന്നൊരു പൂ നുള്ളുമ്പോൾ അതിൻ്റെ ആത്മാവിന് വേദിക്കുന്ന ചിന്താഗതിയാണ് നെഹ്റു ഗാന്ധി പറഞ്ഞത്. അതേ ചിന്താഗതിക്കാരൻ ഞാൻ, മൊയ്തീൻ ഷാ. അതാണ് സർവ്വശ്രീ പേരെ കിട്ടി നിൽക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അങ്ങനെ ഒരു ഏതാണ്ട് ഒരു പുള്ളി പറഞ്ഞ കണക്ക് ശരി 100-500 പേര് മരിച്ചാണ് പറയുന്നത്. എണ്ണം വെച്ച് നോക്കിയാൽ 500 പേര് മരിച്ചു, അതിൽ 90% ഹിന്ദുക്കളാണ്. നമുക്ക് സങ്കടമുണ്ട്, ദുഃഖമുണ്ട്, ആരും ഒരിക്കലും ന്യായീകരിക്കാനും പറ്റില്ല. ഏനേ കോസ്റ്റ് എന്ത് കാരണത്തിലാണെങ്കിലും ഒരു മനുഷ്യനെ കൊല്ലാൻ ആർക്കും അവകാശമില്ല. ദൈവം ഇട്ട് ആയുസ് അല്ലെങ്കിൽ ജീവൻ നശിപ്പിക്കാൻ നമുക്ക് സാധിക്കില്ല. എന്തുകൊണ്ട്? നമുക്ക് ജീവൻ ഉണ്ടാക്കാൻ പറ്റില്ല. ഒരു ഉറുമ്പിനെ പോലും ജീവൻ ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. അതുകൊണ്ട് നമ്മളത് എതിർക്കാണ്. പക്ഷെ ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണം. 2014 മുതൽ 2024 വരെ 20 വർഷം, അല്ല 2014 10 വർഷം 12 വർഷം കൊണ്ട് ഒരു കുറേയധികം പിന്നെ ഈ തീവ്രവാദി ആക്രമണം കൊണ്ട് കുറച്ചധികം മനുഷ്യൻ മരിച്ചാൽ 90% ഹിന്ദുക്കളാണെന്നാണ് പുള്ളി സമർത്ഥിച്ചത്. അത് പുള്ളി സമർത്ഥിക്കുകയാണ്. അത് കേൾക്കുന്ന ആരാളും നെഞ്ചപ്പെടുക്കും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാവും. അതിന് മറുവശായാലും പറയുന്നുണ്ടോ? മറുവശം എന്താണ്? 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ശേഷം 17 വരെ 24 പോട്ടെ 10-60 വർഷം കൊണ്ട് ഇന്ത്യയിൽ 1 ലക്ഷത്തോളം ചെറുതും വലുതുമായ സാമുദായിക സംഘടനകളും വർഗീയതയും ഉണ്ടായിട്ട്. ഈ വർഗീയത ഉണ്ടായത് വാസ്തവത്തിൽ സാമുദായിക സംഘടന 2 വിഭാഗങ്ങൾ തമ്മിൽ ആക്രമിക്കുക. ഇതല്ല, ഇത് ഏകപക്ഷമായിട്ട് ഒരു വിഭാഗത്തെയാണ് ആക്രമിക്കുന്നത്. അതിൽ 90% മുസ്ലിങ്ങളാണ്, 10% ദളിതുമാണ്. അങ്ങനെ ഈ 1 ലക്ഷത്തോളം വരുന്ന സമുദായ സംഘർഷത്തിന് പേര് പറഞ്ഞുകൊണ്ട് ഏകപക്ഷീയമായി നടത്തിയ ആക്രമണത്തിൻ്റെ ഫലമായി ഏതാണ്ട് കേരളത്തിൽ ജനസംഖ്യ 3.5 കോടിയോളം ജനങ്ങൾ ചത്തു കഴിഞ്ഞിട്ടുണ്ട്. കണക്കുണ്ട്, നിങ്ങൾ ആഭ്യന്തര വകുപ്പ് ചോദിച്ചറിയാം, ആഭ്യന്തര വകുപ്പ് ചോദിച്ചറിയാം. അതിൽ 90% മുസ്ലിം, ബാക്കി 10% ദളിതുകളാണ്. അതിന് ആരാണ് ഉത്തരവാദി? അത് ഏത് തീവ്രവാദി സംഘടനയാണ്? അതിൽ മുസ്ലിം തീവ്രവാദികളെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇവിടെ മുസ്ലിം തീവ്രവാദികൾ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ അവർ ആൾ കൂട്ടാനും കളക്ഷൻ എടുക്കാനും പോയിട്ട് മുസ്ലിം തീവ്രവാദം കാണിച്ച ആളുകളുണ്ടാക്കും. അപ്പോൾ ഞാനിപ്പോൾ RSSനെ അങ്ങോട്ട് പക്ക എതിർക്കുകയാണെങ്കിൽ എനിക്ക് ഇതൊന്നുമല്ല ഇവിടെ ഇരിക്കാൻ പറ്റില്ല, അത്ര തിരക്കായിരിക്കും. ഇപ്പോൾ തിരക്കില്ലെന്നല്ല, പക്ഷെ ഞാൻ അന്ധമായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പ് അങ്ങനെ ഒരാൾ എതിർക്കില്ല. കാരണം 100% തെറ്റായ ഒരു വസ്തുവും ലോകത്തില്ല, 100% ശരിയായ ഒരു വസ്തു ലോകത്തില്ല. അതൊരു ഫിലോസഫിയാണ്. അതുള്ള ദൈവത്തെ പോലും ദൈവം സൃഷ്ടിച്ച മനുഷ്യരിൽ ഒരു വിഭാഗം, ചുരുങ്ങിയ വിഭാഗം ദൈവത്തെ പോലും അംഗീകരിക്കുന്നില്ല. അപ്പോൾ 100% ശരിയായ ഒരു വസ്തു ലോകത്ത് ദൈവം പോലും ഇല്ലെന്ന് പറയേണ്ടി വരില്ലേ? അതാണ് ചിലതോട്. അപ്പോൾ പിന്നെ 100% തെറ്റുള്ള വസ്തു ലോകത്തില്ലെന്നിരിക്കെ നമ്മൾ RSSന് 100% തെറ്റു പറഞ്ഞാൽ നമ്മൾ മണ്ടനാവും. ഐ നോട്ട് മാഡ്, ഞങ്ങൾക്ക് മണ്ടനാൻ പറ്റില്ല. അത് 100% നല്ല വസ്തുവില്ല, അത് സത്യമാണ്. അതുകൊണ്ട് കാര്യങ്ങൾ
പ്രശ്നാധിഷ്ഠമായി പറയുന്നതുകൊണ്ട് കുറച്ച് ആൾക്കാർ അതിനോട് താല്പര്യം കാണിക്കുന്നില്ല. അത് ശരിയാണ്. പക്ഷെ ആൾ കൂട്ടി അങ്ങനെ വഴിയുണ്ട്, പിന്നെ എണ്ണം കൂട്ടി പരസ്യം കാശൊക്കെ വാങ്ങിക്കുക. നമ്മൾ അങ്ങനെ ഉദ്ദേശിക്കുന്നില്ല ഈ ജീവിതത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് ഉത്തരവാദി ആരാണ്? മുസ്ലിം തീവ്രവാദമാണോ? ഇനി ക്രിസ്ത്യൻ തീവ്രവാദമാണോ? അല്ലല്ലോ. ഹിന്ദു തീവ്രവാദമല്ല, ഹിന്ദു വർഗീയ പാർട്ടികൾ തന്നെയാണ്. അന്ന് ഭരിച്ചാലാണ് കോൺഗ്രസ്. BJP ഭരിക്കുന്നുണ്ട്. മോഡിജി വന്നിട്ട് 14 വർഷമല്ലേ ആയിട്ടുള്ളൂ, 12 വർഷം. അതിനും BJP 5 വർഷം കുറേ കാലം ഭരിച്ചിട്ടുണ്ട്. അന്നുണ്ട് ഇന്ത്യയിൽ ഈ ജാതീയതയും വർഗീയ സംഘർഷങ്ങളും അന്നുണ്ട് എന്നുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഈ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നത്? അത് പറഞ്ഞാൽ അത് ക്രിസ്തുദേവൻ്റെ പേരിലോ രാമൻ പേരിലോ അല്ലെങ്കിൽ മുഹമ്മദിയുടെ പേരിലോ ഒന്നും ആണോ? അല്ല. ഇക്കണോമിക്കാണ്, സാമ്പത്തികമാണ്, സമ്പത്താണ്, അധികാരമാണ്, പവറാണ്. എങ്ങനെയുള്ള അധികാരം? അർഹരിൽ നിന്ന്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് കവലപ്രസംഗമല്ല, ഫിലോസഫിയാണ് പറഞ്ഞത്. യഥാർത്ഥ അധികാരിയിൽ നിന്ന്, അതായത് അർഹരിൽ നിന്ന് അനർഹർ അധികാരം കൈപ്പറ്റുകയും, ശ്രദ്ധിച്ച് കേൾക്കണം, അർഹരിൽ നിന്ന് അനർഹർ അധികാരം കൈപ്പറ്റുകയും ആ കൈപ്പറ്റിയ അധികാരം നിലനിർത്താൻ വേണ്ടിയാണ് ഈ വർഗീയത ഉണ്ടാക്കുന്നത്. അത് കോൺഗ്രസ് കാലത്താണെങ്കിലും ഇപ്പോൾ BJP കാലത്താണെങ്കിലും. അത് വ്യക്തിയായിട്ടും ആരും പ്രത്യേക കുറ്റമല്ല, എല്ലാ ഈ തീവ്രവാദി കുറ്റം തന്നെയാണ്. അതാണ്. അല്ലാതെ ഭഗവാന് വേണ്ടിയാണോ? ഭഗവാൻ ശ്രീരാമനോ അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണനോ അവല് മതമുണ്ടോ അന്യനെ സ്നേഹിക്കേണ്ടെന്ന്? ഒരു അന്യ സമുദായത്തെ സ്നേഹിക്കണമെന്ന് ഒരു മതവും പറയുന്നില്ല. മുഹമ്മദ് പറയുന്നുണ്ടോ? ക്രിസ്തുദേവൻ പറയുന്നുണ്ടോ? ഇല്ല. പിന്നെ ഇത് സമ്പത്താണ്, അധികാരം കിട്ടാനുള്ള വഴിയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പറയാണ്, അർഹരിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അവകാശപ്പെട്ടിൽ നിന്ന് അനർഹർ, അവകാശപ്പെടാത്തൊരു അധികാരം കൈയേൽക്കും. എന്നിട്ട് ആ അധികാരം നിലനിർത്തണമല്ലോ. അതിനാണ് വർഗീയത ഉണ്ടാക്കുന്നത്. അതിൽ പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്ത്യയിൽ 2 വർഗ്ഗങ്ങളില്ല, കൂടുതലുള്ളത് മുസ്ലിങ്ങളും ഹിന്ദുക്കളുമാണ്. അപ്പോൾ ഹിന്ദു മുസ്ലിം വർഗീയത. ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്ന് ആകെ 2% ഉള്ളൂ കേരളത്തിൽ, ഇന്ത്യയിൽ. ബാക്കിയൊക്കെ ഉള്ളത് 0.1% ഇല്ല. അപ്പോൾ അതാണ് മുഖ്യ ആൾക്കാർ തമ്മിലാണ് ഇത് ശത്രുത വരുന്നത്. അതൊക്കെ സൈക്കോളജിയാണ്. അങ്ങനെ നടക്കണം. അതിൻ്റെ പേരിൽ നിരപരാധികളായ എത്ര പേര് മരിച്ചിട്ടുണ്ട്? അതൊക്കെ പറഞ്ഞാൽ തീരുമില്ല, സങ്കടം വരും, കുറച്ചുകൂടി കലുഷിതമാകും. നമ്മൾ പറയുന്നില്ല. ഇപ്പം ഈ മിനിയാന്ന് UP ഒരു ഹിന്ദു നാമധാരി അവിടെ എന്തോ പശുവിനെ ആക്രമിച്ച് എന്തോ പറഞ്ഞിട്ട് തീവ്രവാദ ആൾക്കാർ വന്ന് ഹിന്ദുവായിട്ട് കൂടി ശാരീരികമായിട്ട് വളരെ ദ്രോഹം ചെയ്തു. അത് പോലീസിൻ്റെ സാന്നിധ്യത്തിൽ. എന്താണ് പോലീസിൻ്റെ? തമിഴ്നാട് ചെറിയങ്ങാണ്ട് പോലീസ് സ്റ്റേഷൻ എന്നത് കാവൽ നിലയം എന്നാണ് തമിഴിൽ എഴുതിക്കുന്നത്. കാവൽ നിലയം. അതായത് ശക്തരിൽ നിന്ന് അശക്തരെ സംരക്ഷിക്കുക. അതാണ് ഭരണകൂടത്തിൻ്റെ കടമ, അതാണ് പോലീസിൻ്റെ കടമ, അതാണ് പട്ടാളത്തിൻ്റെ കടമ. ശക്തിയിൽ നിന്ന് അശക്തരെ. നമ്മളോ തവളയുടെ ഈ പാമ്പിൻ്റെ ഇരയാണ് തവള. പക്ഷെ തവളയെ രക്ഷിക്കുമ്പോൾ പാമ്പിന് ഇഷ്ടമോ? പാമ്പ് തവളയേക്കാൾ ശക്തനല്ലേ? അങ്ങനെ വരുന്ന സമയത്ത് അശക്തരായവരെ രക്ഷിക്കുക എന്നുള്ളതാണ് പോലീസിൻ്റെ പണി, അധികാരികളുടെ പണി, പട്ടാളത്തിൻ്റെ പണി. പട്ടാളം പിന്നെ രാജ്യത്തെ ആക്രമിക്കുന്നത് എതിർക്കുക എന്നുള്ള മെയിൻ 2ാം ശിക്ഷയാണ് നാട്ടിൽ. ആ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഹിന്ദു നാമധാരിയായ ഒരാൾ ഹിന്ദു തീവ്രവാദികൾ അല്ലെങ്കിൽ വർഗീയവാദികൾ, ഫാസിസ്റ്റുകൾ തല്ലിച്ചതച്ചു. ബാക്കി മുസ്ലിങ്ങളെ തല്ലിക്കൊല്ലാറൊക്കെ ഉണ്ട്, തല്ലിക്കൊല്ലാറൊക്കെ അതുകൊണ്ട് അത് പോലീസ് കൂട്ടു നിൽക്കുന്നു. അപ്പോൾ എവിടെ പോയി നമ്മുടെ രാജ്യം? കാരണം എന്ത് തെറ്റ് ചെയ്താലും അതിന് ശിക്ഷ കൊടുക്കാൻ ഭരണാധികാരിക്ക് അവകാശമില്ല. അതിനോട് എഴുതപ്പെട്ട ഭരണഘടനയുണ്ട്. നമ്മൾ ബ്രിട്ടനിലാണ് എഴുതപ്പെടാത്തതാണ്, അലിഖിത ഭരണഘടന. ഇവിടെ ലിഖിത ഭരണഘടന, എഴുതപ്പെട്ട ഭരണഘടന. ആ ഭരണഘടന അനുസരിച്ചാണ് മുന്നോട്ട് കൊണ്ട് കോടതിയാണ് ശിക്ഷിക്കേണ്ടത്. ഞാൻ തെറ്റിയതില്ലെന്നുള്ളത് എൻ്റെ പേരിൽ പരാതി എന്നാൽ കോടതി അന്വേഷിച്ചിട്ട് അവർ വിധി പറയും. കോടതി വിധി പറയുന്നവരെ ഞാൻ കുറ്റവാളിയല്ല. അങ്ങനെയുള്ള രാജ്യത്ത് കോടതിയിൽ പോലും എത്താതെ പോലീസും മറ്റു അന്നാവും അത് ബിൽഡിങ് നശിപ്പിച്ചാലേ തല്ലിക്കൂല്ല എന്ന് നോക്കി. എന്ത് നീതിയാണോ? കാട്ടുനീതിയല്ലേ? അതിൽ പറഞ്ഞു മൈറ്റ് ഈസ് റൈറ്റ്. മൈറ്റ് ഈസ് റൈറ്റ് എന്നാണ് ശക്തൻ. അത് തീവ്രവാദം ഫാസിസ്റ്റിക്കാണല്ലോ. കയ്യുക്കളും കാര്യക്കൾ പക്ഷെ മലയാളം അതാണ്. അതല്ല ഇപ്പം നടക്കുന്നത് കേരളത്തിൽ പോലും. കാരണം TG പിന്നെ
പുള്ളിക്കാരന് ചെയ്ത കുറ്റത്തെക്കാൾ വളരെ കുറഞ്ഞ കുറ്റം ചെയ്ത ആൾക്കാർ ഇന്ന് അകത്ത് കിടപ്പുണ്ട് ജാമ്യം കൊടുക്കാതെ. അത് പുള്ളി പറഞ്ഞ എത്ര വീരമായ കാര്യം. എന്നിട്ട് പോലീസ് എന്താ ചെയ്ത് പുള്ളിക്ക് അനുകൂലമായുള്ള സാഹചര്യം ഒരുക്കില്ലേ? പോലീസ് എന്ന് പറഞ്ഞാൽ യൂണിഫോം ഇട്ട് കള്ളന്മാരാണ് ഇന്ത്യൻ പോലീസിനെ കുറിച്ച് പണ്ട് ആൾക്കാർ പറഞ്ഞത്. കാരണം കുറച്ച് കള്ളത്തെ കാണിക്കാൻ പറ്റില്ല. ഈ ശക്തനായ കള്ളന്മാരുടെ അടുത്തൊക്കെ എതിർക്കണമെങ്കിൽ അവർക്ക് കുറച്ച് അക്രമവാസി അല്ലെങ്കിൽ കള്ള സ്വഭാവമൊക്കെ വേണം, അല്ല പിടിക്കാൻ പറ്റില്ല. അതൊന്നും കുറ്റം പറയാനും പറ്റില്ല. ഒരു പരിധിയൊക്കെ ശരിയാണ്. പക്ഷേ നീതി വേണ്ടി പോലീസിന് യൂണിഫോം ഇട്ട് അത് നമ്മൾ പോലീസ് യൂണിഫോം നമ്മൾ ബഹുമാനിക്കുന്നു, സിനിമയിൽ പറയും പോലെ ആദരിക്കുന്നു, പോലീസുകാരും ആദരിക്കുന്നു. പക്ഷെ കുട്ടികളറിയോ യൂണിഫോം ഇട്ട് കള്ളന്മാരെന്ന് ഞാൻ പറഞ്ഞല്ല, എനിക്കൊന്നും പറയാൻ അവകാശമില്ല. വലിയ വലിയ ആൾക്കാർ പറഞ്ഞു ഈ പരന്ന വായനയുള്ളതുകൊണ്ട് ഇപ്പോൾ ഇതൊക്കെ കിട്ടുന്നത്. അല്ല എല്ലാം സ്കൂളിൽ പഠിച്ചാൽ കോളേജിൽ പഠിച്ചതൊന്നും കിട്ടില്ലല്ലോ, അങ്ങനെ പറയുന്നതാണ്. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ എന്താ പോലീസ് കാണിക്കുന്നത്? നിഷ്പക്ഷം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ലോകത്തില്ല. എന്തിനോടെങ്കിലും ഒരു ചായ്വ് കാണിക്കാത്ത ഒരു മനുഷ്യൻ പോലും ലോകത്തില്ല. പ്രവാചകന്മാരില്ലല്ലോ, പ്രവാചകന്മാർ സമുദായ സ്നേഹികൾ കാണിച്ച്. അപ്പോൾ അതുകൊണ്ട് നിഷ്പക്ഷം എന്നുള്ളത് ഇന്ന് ലോകത്തില്ല. പക്ഷേ കൂടുതൽ നിഷ്പക്ഷത കാണിക്കണം, അതാണ് നമ്മൾ അംഗീകരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരാൾ പോലും നിഷ്പക്ഷമായിട്ടില്ല. പക്ഷെ കൂടുതൽ നിഷ്പക്ഷ കാണിക്കണം, എന്താണ് നല്ലതിനോട് അനുകൂലിക്കണം. അത് നമ്മുടെ പോലീസ് അന്നുമില്ല ഇന്നുമില്ല. കാരണം ഉദാഹരണം നോക്കുക, 6.5 അടി പൊക്കമുള്ള കുഞ്ഞീവി 5 അടി പൊക്കമുള്ള കുളിമുറിയിൽ തൂങ്ങി മരിച്ചിട്ടുണ്ട് സാർ. കുഞ്ഞീവിയുടെ പൊക്കം എത്രയാണ്? 6.5 അടി. നല്ല ഹാജര പോവുക. കുളിമുറിയുടെ പൊക്കത്തിൽ 5 അടി. 5 അടി പൊക്കമുള്ള കുളിമുറിയിൽ 6.5 അടി കുഞ്ഞീവി എങ്ങനെ തൂങ്ങി മരിക്കും? തല്ലിക്കൊന്നിട്ട്, അറിയാലോ. അതുപോലെ 85 കിലോ ഉള്ളൊരു തമിഴൻ കേരളത്തിൽ ഡ്രൈവറാണ്, ആത്മഹത്യ ചെയ്തു. എങ്ങനെ? ഷഡ്ഡിയുടെ അലാസ്റ്റിക് കൊണ്ട് 85 കിലോ ഉള്ള തടിമാണ്ടി എങ്ങനെ തൂങ്ങിച്ചാവും? അതൊക്കെ നടന്നാണ് ഇവിടെ. അതുപോലെ ഈ അടുത്ത കാലത്ത് LDFിൽ മന്ത്രി ഡ്രോയർ മാറ്റി കൊടുത്തല്ലേ, കള്ളൻ്റെ ഡ്രോയർ മാറ്റി കുട്ടിയുടെ ഡ്രോയർ വെച്ച് അതിന് ഒരു വിഭാഗം ഉദ്യോഗസ്ഥന്മാർ കൂട്ടുവന്ന് കാശ് വാങ്ങിച്ച് അയാളുടെ മന്ത്രിസ്ഥാനം പോയി. അപ്പോൾ അതുകൊണ്ട് പോലീസുകാരെ ഞങ്ങൾ ഉപദേശിക്കല്ല, നിങ്ങളിത് മൊത്തത്തിൽ കുറ്റം പറയില്ല. പക്ഷെ കുറച്ച് പേര് മോശക്കാരുണ്ട്, കുറച്ച് പേരുള്ള കുറച്ചുള്ളൂ, മതിയല്ലോ. നഞ്ചതിന് നാനാഴി എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു പാത്രം നമ്മൾ പായസമാക്കിയിട്ട് അല്പം സർഫോ അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലെ ഇട്ടാൽ അത് മുഴുവൻ കയറാവില്ലേ? അതുപോലെ ഒരു പോലീസുകാരൻ മതിയല്ലോ. ഒരു ടാക്സി സ്റ്റാൻഡിൽ ഒരു ഡ്രൈവർ കുറ്റക്കാരിൽ മൊത്തം ടാക്സിക്കാർ കുറ്റക്കാർ കണക്കാക്കും. അത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വളരെ കുറച്ച് പേരും മോശക്കാരും മൊത്തം പോലീസ് ആൾക്കാർ കുറ്റപ്പെടുത്താണ്. അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, അതൊന്നും ന്യായമല്ല. അവിടെ പോലീസുകാരോട് എല്ലാ ബഹുമാനവും ആദരവും കൊടുത്തുകൊണ്ട് ഒരു ദിവസം നമ്മുടെ പോലീസ് എണ്ണയൊഴിച്ച് കാത്തിരിക്കുന്ന പോലീസ് ഒരു ദിവസം കണ്ണടച്ചാണല്ലോ. എന്തായിരിക്കും നമ്മുടെ രാജ്യത്തെ സ്ത്രീ എത്ര എണ്ണം ചാവും, എത്ര അടിയിലുണ്ടാവും? ഇത് പോലീസ് പോലീസ് കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയാണ് ക്രമസമാധാനത്തോടെ. അങ്ങനെ 10,000 പോലീസുകാർ കുടുംബം പോലും അന്വേഷിക്കാൻ ശ്രദ്ധിക്കാതെ നാടുവഴി തീർക്കുന്നുണ്ട്. അവരെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അതിന് പകരം ഈ കുറച്ച് ആൾക്കാരുള്ള അവരെ കുറിച്ചാണ് ജനങ്ങൾ പുറത്ത് പറയുന്നത്. ഇത്രയും നന്മ ചെയ്യുന്ന പോലീസുകാരെ കുറിച്ച് അറിയില്ല. അത് ഏതൊരു ഒരു വലിയ വൈറ്റ് ബോർഡ് കാണിച്ചു, എന്നിട്ട് ജനങ്ങൾ പോയി കാണിച്ചു. അതിൽ കറുത്തൊരു പൊട്ടുണ്ടായി. ജനങ്ങൾ ആ വൈറ്റ് ബോർഡ് കണ്ടില്ല, കറുത്ത പൊട്ട കണ്ടുള്ളൂ. അപ്പോൾ ഈ ബോർഡ് കാണിച്ച ഒരു മനഃശാസ്ത്രം പോലെ കണ്ടോ, ഇത്രയും വലിയ വൈറ്റ് ബോർഡായിട്ട് ഒരു കറുത്ത ബോട്ട് കിട്ടുമ്പോൾ അതാ ജനം ശ്രദ്ധിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ എത്രയൊക്കെ നന്മ ചെയ്താലും ആരും ശ്രദ്ധിക്കില്ല, ഞാൻ തിന്മ ചെയ്താൽ ശ്രദ്ധിക്കും. അതാണ് യുഗം, കലിയുഗമാണല്ലോ യുഗത്തിൽ. അപ്പോൾ ആ പോലീസുകാരെ കൂടി നമ്മൾ ക്ഷമ പറഞ്ഞുകൊണ്ട് ഈ കാര്യം സൂചിപ്പിക്കണം. അപ്പോൾ ഏതായാലും ആരും ആരെ കൊല്ലുന്ന കാര്യത്തിൽ കൂട്ടു നിൽക്കില്ലേ. ഇന്നല്ലെങ്കിൽ നാളെ ഇത് സമാധാനം. ഈ ലോകത്ത് വെച്ച് തന്നെ നമുക്കറിയാലോ, പല വൃത്തികൾ ചെയ്ത കൊലപാതകം നടത്തിയൊക്കെ തല്ലിക്കൊന്ന പോലീസുകാരൊക്കെ അന്ത്യം വളരെ ഭയാനകമായിരുന്നു. പണ്ട് ഈ കുട്ടപ്പം പോലീസൊക്കെ പറയുന്നല്ല, അന്ന് പോലീസ് പറഞ്ഞാൽ ആചാരഭവമാണ്. ഇന്നിപ്പോൾ ഈ ഒക്കെ ഒപ്പിച്ചൊക്കെ എടുക്കുന്ന പോലീസ് കണ്ടാൽ നമുക്ക് തന്നെ ഒരു ശക്തിയില്ലാത്തവരാണ്. പിന്നെ സംഘടന ശക്തി ഇല്ലുമ്പോൾ ആയുധത്തിന് വിലയാണ്. ഇപ്പോൾ ഡോക്ടർ കഴിവല്ലോ, ഇപ്പം മിഷൻ്റെ കഴിവ് നോക്കിയാൽ രോഗം നിർണ്ണയിക്കുന്നത്, അതുകൊണ്ട് 60% പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു കുട്ടം പോലീസുണ്ടായിരുന്നു. പോലീസ് ആര് കണ്ടത് ഇടിക്കുമല്ലോ. അവസാനം വള്ളി റിട്ടയർഡ് ചെയ്തപ്പോഴല്ലോ ഈ വലുത് കൈ കൊണ്ട് ചോറ് വാരി ഒരു വായിൻ്റെ അടുത്ത് നമുക്ക് ഇടത് കൈ വന്ന് ഒറ്റ അടി, ആ ചോറ് വായിലെത്തില്ല. മനസ്സിലാക്കണം, എല്ലാവർക്കും ബാധകമാണ്, പ്രത്യേകിച്ച് പോലീസ്.
നിങ്ങളുടെ കഴിവും ശക്തിയുള്ള സമയത്ത് നിങ്ങൾ കുറച്ചുകൂടി വിനയാന്വിതരായി നിന്നില്ലെങ്കിൽ നിങ്ങൾ ഈ ലോകത്ത് തന്നെ അനുഭവിച്ചു പോവുള്ളൂ. ഇപ്പോൾ ജയറാം പഠിക്കുന്ന കാര്യങ്ങൾക്ക് അറിയാമല്ലോ, അത് എത്ര പോലീസുകാർ അറിയാം. പോലീസുകാർ മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്, പക്ഷേ പോലീസുകാർ പ്രത്യേകം പറഞ്ഞുള്ളൂ. അപ്പോൾ അതൊക്കെ മാറ്റിവെച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കട്ടെ. അത് ആദ്യം പറയേണ്ട കാര്യമാണ്, പക്ഷേ ഈ ഇത്രത്തെ ജോലി കൊണ്ടാണ് ഞാൻ അവസാനമാക്കിയത്. എന്താണിത്? ഈ എയർപോർട്ട് സീപോർട്ട് റോഡിൽ കളക്ട്രേറ്റിൻ്റെ തെക്കേ എൻട്രൻസ് ആയിട്ടുള്ള സീകളിൽ നിന്ന് തെക്കോട്ട് പോകുന്നതാണ് സീപോർട്ട് എയർപോർട്ട്. അവിടെയാണ് ഇരുമറ്റ പോകുന്നത്, അവിടെയാണ് ഈശ്വരമുകളിൽ. അവിടെ നിന്ന് ഇരുമറ്റ് വരുന്ന വണ്ടികൾ നമ്മുടെ സെപ്സിൻ്റെ തൊട്ട് മുൻപായിട്ട് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞ് പോകുന്ന ഒരു വലിയ വഴി ഉണ്ടായിരുന്നു. അതിപ്പോൾ അവിടെ ഒന്ന് ഒതുക്കിയിട്ട് 2 വീലർ മാത്രമാക്കി. അതിന് പകരം കുറച്ച് മുമ്പിൽ പോയിട്ട് പിന്നെ യു-ടേൺ എടുത്ത് പോകണം. അത് ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കുമെന്ന് ബന്ധപ്പെട്ട അധികാരിയോട് പറയണം. എന്നാൽ സ്ഥലത്തിലും അറിയാതെ സംശയമുണ്ട്, ഞാൻ ചോദിച്ച് പറയുകയും ചെയ്യാം. അത് അങ്ങനെ ചെയ്താൽ വലിയ ഉപകാരം. അല്ലെങ്കിൽ ആ പ്രദേശം അവിടെ ഒതുക്കി കഴിയുമ്പോൾ അവിടെ പെട്ടിപ്പിടിയൊക്കെ ഒന്ന് അറിയും, അവിടെ പിന്നെ സ്ത്രീകൾക്ക് നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ വരും, ബുദ്ധിമുട്ടാവും. അത് ഓപ്പൺ തന്നെ ഇടണം എന്ന് വിധം പറയും. മറ്റൊരു കാര്യം, കളക്ടറേറ്റിൽ ഒരു ഫ്ലൈ ഓവർ മസ്റ്റാണ്, അതും വേണം. ഇത്രയും കാര്യം പറയണം. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പല പ്രാവശ്യം പറഞ്ഞാണ്, പക്ഷെ ആരും ശ്രദ്ധിക്കാൻ പിന്നെ ഇതില്ലേ എൻ ബി ഒയിൽ എടുത്ത് നല്ല വീതിയുള്ള സ്ഥലം, എൻ ബി ഒയിലെ മതിലോട് ചേർന്ന് ഒരു 3 അടി വീതിയിൽ 2 വീതിയിൽ മണ്ണിട്ടുണ്ട്. അത് മാറ്റാതെ ഇറക്കി പെട്ടി പോലെ കെട്ടി ബാക്കി പുറത്ത് മണ്ണ് കൊടുത്തിടാണ്. അതെല്ലാം പുറത്ത് മണ്ണിടുമ്പോൾ ചാർജ് കൂടുതലാണ്. മണ്ണ് എടുത്ത് മാറ്റിയതിന് മണ്ണ് ചാർജ് കുറയും, മണ്ണിട്ട് ഫില്ലിംഗ് ആണെങ്കിൽ ചാർജ് കൂടും. അത് ചാർജ് കൂട്ടി അതിന് കമ്മീഷൻ വാങ്ങിക്കുന്ന ആൾക്കാരില്ലേ, പറയാതിരിക്കാൻ വയ്യ. അവിടെ ഒരു കൗൺസിലുണ്ട്. ഞാൻ വല്ല കൗൺസിലർ എന്താണ് മീൻ കച്ചവടക്കാരൻ മോനെന്ന അഭിമാനം, സന്തോഷം. ആ കൗൺസിലർ ഞാൻ വിളിച്ചപ്പോൾ കൗൺസിലർ പറഞ്ഞോ, ഇത് മുനിസിപ്പാലിറ്റി അല്ല, PWD ആണ്. PWD ആണെങ്കിൽ നിങ്ങൾക്ക് ഇടപെടാൻ പാടില്ല, നിങ്ങൾ സ്ഥലം കൗൺസിലല്ലേ. സ്ഥലം SI ആണ് ആ പ്രദേശത്തെ രാജാതിരാജൻ. സ്ഥലം SI ആണ്. സ്ഥലം SIയുടെ അനുവാദമല്ല IGക്ക് ഇവിടെ വരാൻ പറ്റില്ല. വന്നു കഴിഞ്ഞാൽ ഉടനെ അത് അനുവാദം കൊടുക്കണം. അതുപോലെ സെക്രട്ടറിയോട് പറഞ്ഞു, സെക്രട്ടറി പറഞ്ഞു അത് ഞങ്ങളുടെ പോലെ PWD ആണ്, ഈ സെക്രട്ടറിക്ക് അത് മെസ്സേജ് കൊടുക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു ലെറ്റർ കൊടുക്കാൻ പാടില്ല, ഇങ്ങനെ ചെയ്യണം അങ്ങനെ. അപ്പോൾ അതൊന്നുമല്ല, തൽക്കാലം കൗൺസിലർമാർ കൂടി ഒത്തുകൂടിയിട്ട് അത് അങ്ങ് പങ്കിട്ടെടുത്ത് ആ ബില്ല് അങ്ങ് തീർത്തു. എന്തൊരു കഷ്ടക്കാരാന്ന്. ഇനി അവിടെ ഒരു അടുത്ത ഭാവി വരുമ്പോൾ റോഡ് ഇടുക്കി പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരാൾ നന്ദി ചെയ്യുന്നു.